ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നൊരു കാലത്ത് തന്നെ ഒരു 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് മുള്ളും ഒരു ദിവസം നമ്മൾ കറക്കത്തിലാണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മളിത് മെയ് 1-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചമ്മയും അച്ചാച്ചനും വീട്ടിൽ നിന്ന് ചെറിയ അനിയനും അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിയിൽ അച്ചമ്മയും കുഞ്ഞുമോളും കണ്ണനും കിങ്ങിണിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആദ്യമായിട്ട് പോണത് നമ്മൾ തിരുവല്ലാമല വില്ലുവാതിരിനാഥ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ. ആ പോണ വഴി കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു കാട് പോലെയുള്ള ഒരു സ്ഥലമൊക്കെയാണ് അമ്പലത്തിലേക്ക് പോണ വഴിയിൽ ഇരുട്ട് പിടിച്ചത്. പക്ഷെ നല്ല രസമുള്ള അമ്പലമാണ് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ കുറേ മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അമ്മ അവിടെ പോയിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് അവിടേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ആദ്യം തന്നെ നമുക്ക് അമ്പലത്തിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചിട്ട് തിരുവല്ലാമലയ്ക്ക് പോന്നിട്ടുണ്ട്. അപ്പോൾ അനിയനും കുട്ടികളും ഇവിടുത്തെ മൂത്താളും നിവേദ്യമോളും അച്ചാച്ചനും ഒക്കെ അവരുടെ വണ്ടിയിലിട്ടാ. അപ്പോൾ നമ്മുടെ ഇതേ അമ്പലത്തിലേക്ക് എത്തി ഉള്ളിൽ പോയി തൊഴുതൊക്കെ കഴിഞ്ഞു ഇതേ പുറത്ത് വന്ന് കുറച്ച് നേരം ഇതേ പിള്ളേർ ആനേനെയൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇതാ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു ഗ്രാമത്തിൻ്റെ ഒരു ഭയങ്കര നമ്മൾ കുത്താമ്പുള്ളിക്ക് പോയില്ലേ ആ ഭാഗമാണ് കേട്ടോ ഈ തിരുവല്ലാമല കുത്താമ്പുള്ളിയൊക്കെ ഒരു കുറച്ച് അടുത്തടുത്ത സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് പോണ അമ്പലമാണ് ഇരുന്നലങ്കോട് മുള്ളൂർക്കരയുള്ള ഇരുന്നലങ്കോട്ടേക്കാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതു അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ അവിടെ പാമ്പങ്കാവിലൊക്കെ തൊഴുതതിന് ശേഷം അപ്പോൾ അമ്പലത്തിൽ ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അടുത്ത ട്രിപ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക കേട്ടോ. അധികം ക്യൂ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ കയറിയിട്ടാണ്. അപ്പോൾ കണ്ണനും ഞാനും അച്ചേട്ടനും കൂടി ഒരുമിച്ചിരുന്നു. അവരെല്ലാവരും അവിടെ ഇരുന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. പിന്നെ നമ്മൾ അടുത്തത് പോകണത് നമ്മൾ തൃശ്ശൂർക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മൊത്തം നമ്മൾ കറക്കത്തിലാണ്. ഇതുപോലെ ഞങ്ങൾ വെള്ളപ്പോഴൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ഒഴിവ് കിട്ടപ്പോൾ പോകാറുണ്ട്. ഇപ്പോൾ വെക്കേഷനല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇതുവരെ നമ്മൾ എവിടേക്കും പോയിട്ടില്ല. അപ്പോൾ അച്ഛമ്മയും അച്ചാച്ചനും കൂടി നമ്മൾ ശോഭയിലേക്ക് പോകാമെന്ന് വെച്ചു, ശോഭ സിറ്റിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. ശോഭ സിറ്റിയിലെത്തി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പാർക്ക് ചെയ്യാനൊക്കെ നല്ല ഫുള്ളായിരുന്നു പാർക്കിങ്ങൊക്കെ. ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു 2 മണി 2:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ആദ്യം തന്നെ ഗെയിംസിൻ്റെ അടുത്തേക്കും അവിടേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അവർക്ക് 1 അരമണിക്കൂർ കളിക്കാനുള്ള ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ 1 അരമണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ വിട്ടു. അപ്പോൾ അവിടെ ഒരു ദിനോസറിനെ കണ്ടപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഇങ്ങനെ ആയിട്ടൊരു ശബ്ദം ഉണ്ടാക്കട്ടെ. അപ്പോൾ അതിൽ ടച്ച് ചെയ്യരുതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുഞ്ഞുമോൾ അതിനൊരു കൗതുകത്തിൽ ഇങ്ങനെ തൊടുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിലാക്കുമ്പോൾ പേടിയാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഉണ്ണിയോളനെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് നേരം കളിക്കാൻ വിട്ടു. അപ്പോൾ അവരിവിടെ സ്ഥിരം ഇടയ്ക്ക് കളിക്കാൻ പോകണ കാരണം അവർക്ക് ഭയങ്കര പരിചയമാട്ടാ. ചെറിയ ചെറിയ മണികളൊക്കെ ആയിട്ടും പിന്നെ അങ്ങനെ പറയുക ഉരുസണ സാധനങ്ങളും ഒക്കെ ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് സേഫാണ്, അതിൻ്റെ ഉള്ളിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കൂടെ ഒരാളും കൂടി അങ്ങോട്ട് കിടത്തു കേട്ടോ. അപ്പോൾ അവരവിടെ ചെന്ന വശം തന്നെ മണി വാരിയിട്ട് ബക്കറ്റിലും പാട്ടയിലൊക്കെ ആക്കിയിട്ട് ഗംഭീര കളി കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് 2 ആളും കടന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവരവിടെ ഇരുന്ന് കളിക്കട്ടെ, നമുക്ക് കുറച്ച് നേരം പുറത്തൊക്കെ കറങ്ങാമെന്ന് വെച്ചു. ഇവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് അവർ ഉള്ളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഫുഡ് മാളിലേക്ക് വന്നു. അപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കുന്ന നേരമായി. അപ്പോൾ നമ്മുടെ ഈ ഒരു സാധനമില്ലേ എന്താ പറയുക സൈനബാനിന്ന് പോയിട്ട് എന്താ പറയുക ഒരു ഡെസേർട്ട് അതൊക്കെ നമ്മൾ മേടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് പിസ്തയും പിന്നെ ന്യൂട്ടല്ലയും കൂടിയിട്ടുള്ളൊരു മിക്സ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ വാങ്ങിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ മധുരം പ്രിയയായ നമ്മുടെ മൂത്ത ആൾ അതൊക്കെ ഒരുവിധം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചായ മേടിച്ചു, ചായയും ഉഴുന്നുവടയും മേടിച്ചു കേട്ടോ. ഉഴുന്നുവട നല്ല ടേസ്റ്റുള്ള ഉഴുന്നുവടയായിരുന്നു, വലിയ ഉഴുന്നുവടയായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ച കാരണം പിന്നെ വലിയ വിശപ്പൊന്നുമില്ല. ചായയുടെ നേരമായപ്പോൾ ചായ കുടിച്ചു എന്ന് മാത്രം. പിന്നെ നമ്മൾ അടുത്തത് വെയിറ്റിംഗ് നമ്മൾ KFC ബർഗറൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് ടൈം ആവുമല്ലോ, അതിനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ഒരു 15 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് ചിക്കനും പിന്നെ എന്താ പറയുക ബർഗറൊക്കെ മേടിച്ചു. എല്ലാവരും കൂടി ഇതൊക്കെ കഴിച്ച് അവിടെ നിന്ന് നമ്മൾ വേഗം തന്നെ പോന്നു കേട്ടോ. വേഗം തന്നെ പോകുന്നു പറഞ്ഞാൽ പിന്നെ നമ്മൾ തൃശ്ശൂർ എന്താ കാണാനുള്ളത് നോക്കിയപ്പോഴാണ് അടുത്തത് നമുക്ക് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ അമലയുടെ അവിടെ വെലങ്ങംകുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വന്ന് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വണ്ടി നല്ല നല്ല തിരക്കായിരുന്നു കേട്ടോ. പാർക്കിങ്ങിന് ഭയങ്കര സ്ഥലം ഇല്ലാണ്ട് തന്നെ ആകെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോന്നിട്ട് നമ്മളിവിടെ നിന്ന് കുറച്ചടുത്താണ് കേട്ടോ അമല ഹോസ്പിറ്റലൊക്കെ ഇല്ലേ അതിൻ്റെ തൊട്ടടുത്തിട്ട് ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ വെലങ്ങംകുന്ന് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ നമ്മുടെ വണ്ടിയിൽ കണ്ണം മാത്രമായി കിങ്ങിണി മോള് അപ്പോൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകുന്നു കേട്ടോ. അപ്പോൾ നല്ല സ്ഥലം കേട്ടോ വെലങ്ങംകുന്ന്. ഒരു കുന്നുമ്മ കൂടെ അങ്ങനെ പോയിട്ട് നല്ലൊരു
കൂളിംഗ് ആട്ടോ അവിടേക്ക് എത്തിയപ്പോൾ. പിന്നെ എന്താ നല്ല റോഡാണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുറച്ച് കുണ്ടും കുഴികളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ നമ്മുടെ വെലങ്ങൻകുന്ന് എത്തിയിട്ടുണ്ട്. അധികം ആൾക്കാരൊന്നും അവിടേക്ക് പോണത് ഞാൻ കണ്ടിട്ടില്ല. കുറേ കപ്പിൾസിനെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ ഒരു 2 ഫാമിലി മാത്രമാണ് അവിടെ ചെന്ന പക്ഷേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ആദ്യമൊക്കെ അങ്ങോട്ട് വരുമ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. 3D ഷോ ഒക്കെ നടത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പാർക്കും പിന്നെ ഒരു ഒട്ടകവും ഉണ്ട്, ഒരു കുതിരയുണ്ട്. അതുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മൾ വേഗം ഒട്ടകത്തിനെയാണ് അവിടെ കണ്ടത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ഇതായി അതിൻ്റെ മുകളിൽ കയറിയാലോ എന്ന്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഒട്ടകത്തിൻ്റെ മുകളിലേക്ക് അച്ചാച്ചനും മക്കളും കയറിയിട്ടുള്ളൊരു അംഗം വിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെന്ന വശം ഇത് സ്റ്റാർട്ടിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലൊരു എന്താ പറയുക, ഒരു ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ടിൽ പോലത്തെ ഒരു സംഭവമില്ലേ, ഇതേ കണ്ടില്ലേ, ആ സാധനം കറക്റ്റ് അവർ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ഇവരെല്ലാവരും ഇരുന്നതിന് ശേഷം ഈ സാധനം ഇങ്ങോട്ട് സൈഡിലേക്ക് അങ്ങോട്ട് ചെരിഞ്ഞു. അപ്പോൾ ഇവർ മക്കളൊക്കെ പേടിച്ച് 1-2 അടി നടന്നപ്പോഴേക്കും എല്ലാവരും കൂടി അവരെന്നെ ഇറക്കാന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റുള്ള സാധനമല്ലേ, മക്കളെ മാത്രമാണ് നമുക്ക് ഇങ്ങനെ താങ്ങിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതൊരു കാലം കൊണ്ട് ഇങ്ങനെ ഒരു തൊഴിച്ചാൽ നമ്മളിതേ തെറിച്ച് പോവും. അപ്പോൾ ഉണ്ണിയോളനെ എടുത്തു, അച്ചാച്ചനും മോളും നമുക്ക് സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലേക്ക്, ഒട്ടകത്തിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞുമോൾ പേടിച്ചിട്ട് അച്ചാച്ചനെ കെട്ടി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് തിരിച്ച് നിർത്തി അവിടെ നിന്ന് സ്റ്റെപ്പുമ്പോൾ കൂടെ അവരെന്നെ ഇറക്കിച്ചിട്ടത് വല്ലാത്തൊരു സംഭവമായിട്ടോ. ശരിക്കും പറയാ വെച്ചാൽ നല്ലോണം പേടിച്ചു കേട്ടോ. കുഞ്ഞുമോൾ ഓളിയായിരുന്നു, ഒച്ചും ബഹളമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ശബ്ദം ഇതിന് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പാർക്കിലേക്ക് അങ്ങോട്ട് എത്തിയതും പിന്നെ കണ്ണനും കിങ്ങനെയും ഗംഭീര കളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വേറെ ആരും ഇല്ല കേട്ടോ. കണ്ടില്ലേ, പാർക്ക് ആകെ ശൂന്യമായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മളും പിന്നെ ഒരു 2 കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ ഒരു 5-6 മണിക്ക് ആയപ്പോഴാണ് കേട്ടോ കുറേ പേര് വന്നത്. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അധികം ചൂടില്ല കേട്ടോ. ഈ കുന്നിൻ്റെ മുകളിലാണല്ലോ ഈ പാർക്ക് വരുന്നത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ ഉങ്ങിൻ്റെ മരവും മാവും പ്ലാവും ഒക്കെ കൂടിയിട്ട് ഈ സെൻട്രൽ ഭാഗത്ത് മാത്രമായിട്ട് കുറച്ച് നല്ല വെയിലുള്ള, വെയിൽ പറഞ്ഞാൽ അത്ര ചൂടൊന്നുമില്ല പറഞ്ഞ പോലെ. എന്നിട്ട് ഞങ്ങൾ സൈഡിലൊക്കെ ഇരുന്ന് ഇരിക്കാനും കിടക്കാനും ഒക്കെ നല്ല സീറ്റുകളുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഒന്നിനും കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അത് കാരണം പിന്നെ മക്കളെ നമുക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റി. കാരണം നമ്മളിതുപോലെ പാർക്കുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. കാരണം നല്ല തിക്കും തിരക്കാവും. നമ്മൾ അവരെ എങ്ങടാ പോയി എന്താണെന്നൊന്നും അറിയില്ല. കണ്ടില്ല, ഇപ്പോൾ പാർക്കിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ കണ്ടില്ല, ഇവിടെ സീറ്റൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ കിടക്കാൻ നല്ല. അപ്പോൾ ഈ മാവുമ്പോൾ നിറച്ച് മാങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾക്കൊരു മാങ്ങ കിട്ടി. അപ്പോൾ അത് അനിയൻ തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനും കഴിച്ചു, എല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു കേട്ടോ. എന്നിട്ട് പഞ്ചസാര മാങ്ങ എന്തൊക്കെയാണ് അതിന് പറഞ്ഞു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇതേ ഇപ്പോൾ കിങ്ങിണി മോള് കണ്ടില്ലേ, അവളുടെ ആ സൈസിനുള്ള ഉരുസന സാധനം കിട്ടി. അപ്പോൾ കേമിയായിട്ട് തന്നെ കളിയാണ്. കണ്ടില്ല, തന്നെ കയറുന്നുണ്ട്, തന്നെ ഉരുസുണ്ട്. ആൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്നു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നേരത്തെ പോയതല്ലേ, നമ്മുടെ ബിനിശേട്ടൻ അവിടെ ഒരു ഉങ്ങിൻ്റെ മരത്തിൻ്റെ ചോട്ടിൽ കിടന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഞങ്ങളൊന്ന് ചായ കുടിച്ചാലോ എന്ന് വെച്ചു. അപ്പോൾ അതാ ചായ കുടിക്കാൻ വന്നു. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചപ്പോഴേക്കും നമ്മുടെ കിങ്ങിണി മോളൊക്കെ ഉറങ്ങിയിട്ടപ്പോഴേക്കും നേരം ഒരു 6 മണി 6:15 ആയിട്ടാണ്. അപ്പോൾ നമ്മളിതേ ഈ പേടിച്ച സംഭവമില്ലേ, അതിൻ്റെ മുകളിൽ നമ്മളവിടെ ഉള്ളിൽ കയറിയ സമയത്ത് കുറച്ച് ഫാമിലീസും കുട്ടികളൊക്കെ കയറി. അപ്പം നമ്മളവർ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, ഈ പലകം ഇങ്ങോട്ട് ചെരിഞ്ഞ കാരണം അവരത് ശരിക്കും ഉറപ്പിച്ച് കെട്ടിയിട്ടാണ്. അപ്പോൾ വിചാരിച്ചു കണ്ണനെയും ഇവരെല്ലാവരും കൂടി ഒന്ന് കയറാമെന്ന് വെച്ചു. ഇപ്പോൾ ഇതാ കുഴപ്പമില്ല കേട്ടോ, സൂപ്പറായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവർ 3 ആളും കയറിയിട്ടാണ്. ഇങ്ങനെ ഈ സമയത്ത് എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അവർ അങ്ങോട്ട് കുറച്ച് ഭാഗം തിരിച്ചു പോയി ഇങ്ങോട്ട് വരുമ്പോഴേക്കും കിങ്ങിണി മോള് പോയിട്ടോട്ടേക്ക് പാവം തോന്നിയിട്ട് ഈ ഒട്ടകത്തിന്. അതിന് നല്ല പ്രായമായി തോന്നുന്നുണ്ടു. അപ്പോൾ ഇവറ്റയുടെയൊക്കെ ഭാരം ഇങ്ങനെ കൊണ്ടുപോകല്ലേ, എനിക്ക് സങ്കടമായിട്ടാണ്. പിന്നെ എനിക്ക് കയറാനുള്ളൊരു ഇൻട്രസ്റ്റും തോന്നിയില്ല. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോയിട്ടൊക്കെ നമ്മൾ കുതിരയുടെ പുറത്തും അതിനൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് ഇതിനെ കണ്ടപ്പോൾ വലിയ സങ്കടമായിട്ടാണ്. പിന്നെ അതാ ഇങ്ങനൊരു സംഭവമില്ലേ, കുഞ്ഞിനെ കണ്ടിട്ടേക്ക് പേടി, കുഞ്ഞിന് ഇത് വെക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് കഴിഞ്ഞു. കുട്ടി വീഴാൻ പോണ പോലെയാണ്. 2 സൈഡും ഇങ്ങനെ പിടിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് മുറുക്ക പിടിച്ചോളോട്ടാന്ന് പറയുന്നുണ്ട്. മുറുക്ക അവൾ പിടിച്ചിട്ടുണ്ട് പേടിച്ചിട്ട്. അപ്പോൾ പറയുക പാമ്പ് കൊത്താൻ വരിക അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കണ്ടു അമ്മ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾക്ക് ഇരുട്ടായിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോകുന്നു. പിന്നെ അധികം നേരം അവിടെ നിൽക്കാൻ പോയില്ല. പിന്നെ കണ്ണനൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് പിന്നെ ഇനിയിപ്പോൾ രാത്രി ആയല്ലോ, അപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് പോരാന്ന്. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കണ്ണനൊക്കെ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടാണ്. അവനവിടെ നിന്ന് പോരുമ്പോൾ നന്നായി മേലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു, മണ്ണിൽ ഇത്ര നേരം കളിച്ചിട്ടേ. പിന്നെ നമ്മൾ കാലത്ത് പോയതല്ലേ,
അപ്പോൾ പിന്നെ ദേ അവിടെ നിന്നൊക്കെ പോന്നു. നമ്മളിതേ ഇനിയിപ്പോൾ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം. നമ്മൾ കാലത്ത് പോയി കാരണം വീട്ടിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും തിരിച്ചു പോരുമ്പോൾ എന്തെങ്കിലും കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുമോൾ എന്താ പറയണതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്രാവശ്യം നെഹദിയിലേക്കാണ് ഫുഡ് കഴിക്കാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നെഹദിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് തന്നെയാണ് എപ്പോഴും പോകണമെന്ന് പറയാം. അപ്പോൾ നെഹദിയിലൊക്കെ ഭക്ഷണം കഴിച്ച് നമ്മൾ വേഗം തന്നെ വീട്ടിൽ പോയിട്ടാണ്. നേരത്തെ ചെന്ന കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഭക്ഷണം വന്നു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ നമുക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോലെ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.